ഹലോ, ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിരിക്കും നിങ്ങൾ കാണാൻ വേണ്ടി. നല്ല വെയിലല്ലേ, പുറത്ത് നോക്കിക്കേ, നല്ല വെയിലാണ്. പക്ഷേ ഞാൻ ദേ കുർത്തിയെല്ലാം ഇട്ട് വെയിലൊക്കെ കണ്ടു ഭയങ്കര കാര്യത്തിന് ഇറങ്ങിയതാണ്. ഒടുക്കത്തെ തണുപ്പ്. സോ ഞാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി കയറിയതാണ്. എൻ്റെ ഒരു അവസ്ഥയെ അതുകൊണ്ട് യു കെയുടെ ക്ലൈമറ്റ് മാത്രം വിശ്വസിക്കാൻ പറ്റില്ല. വെയിൽ കണ്ടാലും ഒടുക്കത്തെ തണുപ്പായിരിക്കും. എന്നാൽ വെറുതെ വെയിലൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ തണുപ്പ് കുറവായിരിക്കും. എന്തൊരവസ്ഥയല്ലേ. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും വ്ളോഗ് എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പ്രത്യേകിച്ച് കൂടുതലൊന്നുമില്ല, എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അത്രയേ ഉള്ളൂ. സോ ഡ്രസ്സൊക്കെ മാറി നമ്മൾ പുറത്ത് പോകാൻ മടി പിടിച്ചെവിടെ ഇരിക്കണേ. കുറേ നേരമായിട്ട് ഇവിടെ ഇരിക്കണേ, പോണില്ല. ക്യാബ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതല്ല സോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കണേ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബൂട്ട്സിന്ന് ഷീഗ്ലാമിൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ വാങ്ങിയത്. ഷീഗ്ലാമിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ചു, പിന്നെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊന്നും ഞാൻ കാണിക്കില്ല. ഷീഗ്ലാമിൻ്റെ ഇത് ഞാൻ ഷോർട്ട്സ് ചെയ്യാം കേട്ടോ. സോ ഞാൻ വർക്കെല്ലാം കഴിഞ്ഞ് വന്ന് ഇപ്പം സാക്കുവിന് വർക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടുണ്ട്. ഞാൻ സാക്കിനൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സാക്കിന് താങ്ക് യു. അപ്പോൾ സാക്കിനെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നു. നാളെ പക്ഷേ എനിക്ക് സാറ്റർഡേ ആയിട്ട് വർക്ക് ഉണ്ട്. ബട്ട് നാളെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഫ്രൈഡേ ഈവനിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്തത് ഇതെന്താ? സാക്കിപ്പോ ക്ലീനിങ് ആണോ? സാക്കിന്റെ ബുക്സ് ആണോ ക്ലീൻ ചെയ്യണത്? സാക്കിന്റെ ബുക്ക് ഷെൽഫാണ് ക്ലീൻ ചെയ്യണത്. ഗുഡ് ബോയ്. So, അപ്പം ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്ന കഴിഞ്ഞ വീഡിയോയിലുണ്ട് മൈ ലൈഫ് പുറത്തുനിന്നുള്ളതാണെന്ന് വന്ന് ഇട്ടേക്കണത്. അത് ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്നല്ല കേട്ടോ. ഇത് സാലറി വന്ന ദിവസവും. അപ്പം നമ്മൾ സാലറി വന്ന ദിവസം ആരുടെ സാലറി വീണാലും പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കും. ഞാൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞതാണ്. പക്ഷെ മടിയന്മാരായ ആൾക്കാർക്ക് പുറത്ത് പോകാൻ മടിയാണ്, തണുപ്പായതുകൊണ്ട്. പക്ഷെ എനിക്ക് മടിയില്ല കേട്ടോ. എനിക്ക് എന്തോ പുറത്തൊക്കെ പോയി കഴിക്കാനാണ് തോന്നിയത്. പക്ഷേ ഡെലിവറി പോലും ഓർഡർ ചെയ്ത് കുറച്ച് അത്യാവശ്യം ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്രൈഡ് ചിക്കൻ, ഗ്രിൽഡ് ചിക്കൻ, സാലഡ്, പിന്നെ കുറച്ച് റൈസുമാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഈവനിങ് വ്ളോഗ് എന്ന് പറഞ്ഞെടുക്കുമ്പോൾ ശരിക്കും ഇതെങ്ങനെ കംപ്ലീറ്റ് ആക്കണം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വെനസ്ഡേയും സാറ്റർഡേ ഒക്കെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടാതെ ഇരിക്കണത് ശരിയല്ലല്ലോ. മറ്റെന്താ കൺസിസ്റ്റൻ്റ് ആവണമെന്ന് വിചാരിച്ചേക്കണം ഞാൻ. അപ്പം എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻറ്റ് എടുക്കാൻ എന്തോ ടൈം ഉണ്ടായില്ല. അപ്പം ഞാൻ വിചാരിച്ചുള്ള എൻ്റെ ഒരു ഈവനിങ് എടുത്ത് നാളെ ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വീഡിയോ അത്യാവശ്യം കയറുന്നുണ്ട്, അതെല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. നോർമലി എൻ്റെ ലോങ് വീഡിയോസ് അങ്ങനെ കയറാറില്ല, പക്ഷേ ആ ടൈപ്പ് വീഡിയോസ് എനിക്ക് കയറുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് ചെയ്യാം. ഡേ ഇൻ മൈ ലൈഫ് പറയാൻ പറ്റില്ല, എൻ്റെ ഈവനിങ് വ്ളോഗ്. ബിക്കോസ് നിങ്ങൾക്കറിയാം ഞാൻ വർക്കിന് പോകുമ്പോൾ എനിക്ക് മോർണിംഗ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മോർണിംഗ് ഒരു ലിപ് സീരീസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഷെയ്ഡാണത്. അതൊക്കെ ഞാൻ അതിലെൻ്റെ ഷീഗ്ലാമിൻ്റെ ലിപ് ഗ്ലോസ് പോലെ ഇരിക്കും. പിന്നെ ചെറുതായിട്ട് ആ ഒരു ഷെയ്ഡ് ഉണ്ടാകും കുറച്ച് നേരത്തേക്ക്, പക്ഷെ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. ഞാൻ കഴിക്കട്ടെ. ഇവരൊക്കെ കഴിക്കാൻ തുടങ്ങി. സാക്ക് കഴിക്കാൻ തുടങ്ങിയില്ല. സാക്ക് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു ഇവിടെ.
ഓക്കെ, ഫുഡ് ഞാൻ കാണിച്ചില്ലല്ലേ, കാണിക്കാവേ. ഇതൊരു piece. ഇവനെ ബാക്ക്ഗ്രൗണ്ട് ചൂല് കൊണ്ടുവരും. I love Worship. Thank you. You're my beautiful lady. You're like a mermaid. Thank you. എൻ്റെ പൊന്നെ ഞാൻ പറഞ്ഞു പറയിപ്പിക്കണേന്ന്.